അമേരിക്കൻ പ്രസിഡന്റായിട്ടുള്ള ഡൊണാൾഡ് ട്രംപ് ഹമാസിന് അന്ത്യശാസനം നൽകിയിരിക്കുകയാണ്. അവസാനത്തെ മുന്നറിയിപ്പാണെന്നും മുഴുവൻ ബന്ദികളെയും വിട്ടുകൊടുക്കണമെന്നും കീഴടങ്ങണമെന്നാണ് ഹമാസിനോട് പറഞ്ഞിരിക്കുന്നത്. ഇല്ലെങ്കിൽ മുഴുവൻ ആളുകളെയും, അതായത് ഹമാസിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന മുഴുവൻ ആളുകളെയും ചുട്ടുകരിക്കും എന്ന് തന്നെയാണ് ട്രംപ് ഭീഷണി മുഴക്കിയിരിക്കുന്നത്. നേരിട്ട് അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത അദ്ദേഹത്തിൻ്റെ തന്നെ ഒരു ഭീഷണി രൂപത്തിലുള്ള പോസ്റ്റാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അപ്പോൾ ഗസയിലുള്ള ഹമാസ് ഭീകരന്മാർക്ക് അവസാനത്തെ ഒരു മുന്നറിയിപ്പ് കൂടി ട്രംപ് കൊടുക്കുന്നു. ഇത് എന്തായിരിക്കും ഇനി സംഭവിക്കാൻ പോകുന്നത്? ഇങ്ങനെ ട്രംപ് ഒരു ഭീഷണി മുഴക്കുമ്പോൾ അങ്ങനെ ചെയ്തില്ലെങ്കിൽ വീണ്ടും അവിടെ ഒരു യുദ്ധം എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ പോകുമോ? വീണ്ടും യുദ്ധങ്ങൾ വരാം. കാരണം താൽക്കാലികമായിട്ടുള്ള വെടിനിർത്തൽ കൊണ്ട് എന്തെങ്കിലും പ്രത്യേകിച്ച് സംഭവിച്ചോ എന്ന് ചോദിച്ചാൽ കുറേ ബന്ദികൾ മോചിതരായി എന്ന് മാത്രമല്ല സ്വന്തം വീടുകളിൽ നിന്ന് ഓടിപ്പോകേണ്ടി വന്ന പലസ്തീനികൾക്ക് അവരുടെ വീടുകളിലേക്ക് തിരിച്ചു വരാനായിട്ട് കഴിഞ്ഞു. വീടൊന്നുമില്ല, കുറേ കഷ്ണങ്ങളൊക്കെ കാണും. അതിനിടയിലേക്ക് അവർ തിരിച്ചു വന്നു. ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് നിലനിൽക്കുന്നത്. പക്ഷേ ഈ യുദ്ധത്തിൻ്റെ ആത്യന്തികമായിട്ടുള്ള ഫലം എന്ന് പറയുന്നത് ഹമാസിനെ ദുർബലപ്പെടുത്തി എന്നുള്ളത് ശരിയാണെങ്കിലും ഹമാസിനെ ഇല്ലാതാക്കിയിട്ടില്ല. ഹമാസ് ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ടാണ് ഹമാസുമായിട്ട് ബാർഗെയിനിങ് നടക്കുന്നത്. ഹമാസിനോട് പറയുന്നത് എല്ലാ ബന്ദികളെയും നിങ്ങൾ വിട്ടുതരിക, അല്ലെങ്കിൽ നിങ്ങൾ ചുട്ടരിക്കും എന്ന് പറഞ്ഞാൽ ഹമാസ് ഈസ് ദെയർ, ഹമാസ് അവിടെ ഉണ്ട്. ഈ ഹമാസിനെ ഒരു വശത്തൂടെ ആയുധം ഉപയോഗിച്ച് തകർത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആ യുദ്ധം ഇസ്രായേലും അതേപോലെ തന്നെ പലസ്തീനുകൾ, അല്ലെങ്കിൽ ഇസ്രായേൽ പലസ്തീനുകൾക്ക് നേരെ നടത്തിക്കൊണ്ടിരിക്കുന്ന യുദ്ധം എന്ന് പറയാം ഏകപക്ഷീയമാണ്. ആ യുദ്ധം കൊണ്ട് പക്ഷേ ഹമാസ് എന്ന് പറയുന്ന സംഘടനയെ സമ്പൂർണ്ണമായിട്ട് ഇല്ലാതാക്കാനായിട്ട് പറ്റില്ല എന്ന് മാത്രമല്ല, കുറേ അതിൻ്റെ നേതാക്കളെ കൊന്നുകളഞ്ഞു എങ്കിലും ബാക്കിയുള്ളവർ ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യും. പിന്നെ ഓരോ ദിവസവും വീഴുന്ന ഓരോ ബോംബും പുതിയൊരു ഹമാസിനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ബോംബ് വീണ് ഒരുത്തൻ്റെ കൈ പോയി കഴിഞ്ഞാൽ അവൻ എക്കാലത്തും പിന്നീട് ഇസ്രായേലിനെതിരെയുള്ള പകയുള്ള ഒരു ജീവിയായി ജീവിക്കുകയാണ്. അങ്ങനത്തെ ഒരുപാട് ആളുകൾ ഈ യുദ്ധത്തിൻ്റെ ഫലമായിട്ട് നിർമ്മിക്കപ്പെടുന്നു. 50,000-ലധികം ആളുകൾ കശാപ്പ് ചെയ്യപ്പെട്ടു, പലസ്തീനുകൾ, അവരുടെ ബന്ധുക്കൾ. അതോടൊപ്പം ഈ കശാപ്പിന് വിധേയമായ സമയത്ത് അംഗഭംഗം വന്നവർ, കൈയില്ലാത്തവർ, കാലില്ലാത്തവർ, കാതുപോയ ആളുകൾ, കണ്ണുപോയവർ, ഇവരൊക്കെ ഉണ്ട്. അവരൊക്കെ ഇനി ജീവിക്കുന്ന എന്തിനാണെന്ന് ചോദിച്ചാൽ തന്നെ ഇങ്ങനെ ആക്കിയ ശക്തിക്കെതിരെ തനിക്ക് ചെയ്യാൻ കഴിയുന്ന എന്തെങ്കിലും ചെയ്യാം എന്ന് പറയുന്ന ഉദ്ദേശത്തോടെ ആയിരിക്കും. അങ്ങനെ ആവുകയാണ് മനുഷ്യൻ, ഭ്രാന്തനാവുകയാണ് മനുഷ്യൻ. അപ്പോൾ ഒരു വശത്തൂടെ ഹമാസിനെ ആയുധങ്ങൾ ഉപയോഗിച്ച് ഇല്ലാതാക്കുന്ന സമയത്ത് തന്നെ മാനസികമായിട്ട് കുറേ ഹമാസ് അനുകൂലികളെ നിർമ്മിക്കുന്ന പ്രക്രിയയും ഈ യുദ്ധത്തിനകത്തുണ്ട്. അത് നമ്മൾ കാണാതിരുന്നുണ്ട്. യുദ്ധം അങ്ങനെ രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരു വശത്ത് ഹമാസ് എന്ന് പറഞ്ഞ സുസംഘടിതമായിട്ടുള്ള ഭീകരപ്രസ്ഥാനത്തെ തകർക്കുന്നു. അതേ സമയത്ത് തന്നെ ഈ ഭീകരപ്രസ്ഥാനത്തിന് ആവശ്യമുള്ള ഫോഡറുകൾ, വെടിയുണ്ടകൾ മറ്റൊരു വശത്തോടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നു. കാരണം ഇതിൽ പരിക്കേറ്റവർ അവരൊക്കെ എക്കാലത്തേക്കും ഇസ്രായേലിൻ്റെ ശത്രുക്കളായിട്ട് ജീവിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ യുദ്ധത്തിൻ്റെ ഒരു പ്രതിഭാസമാണ് ശരിക്കും. യുദ്ധം കൊണ്ട് നമുക്കൊരിക്കലും സമാധാനം ഉണ്ടാക്കാൻ പറ്റാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണവും ഇതുതന്നെയാണ്. ഈ പുകയുന്ന മനുഷ്യരെ ഇല്ലാതാക്കാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളതാണ്. അത് ഏത് യുദ്ധത്തിലും അങ്ങനെയാണ്. ഈ യുദ്ധത്തിലും അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള റിസൾട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ എല്ലാ യുദ്ധവും ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് ഇവിടെയും കുറേ ആളുകൾ എന്ത് ചെയ്യും, ഇനിയും അവശേഷിക്കുന്നതായിട്ടുള്ള ജീവിതം എന്ന് പറയുന്നത് ഇസ്രായേലിനെ ഇല്ലായ്മ ചെയ്യാൻ പ്രവർത്തിക്കുന്നവരായി മാറും. അവരാണ് ഭീകരപ്രവർത്തകരായിട്ട് റിക്രൂട്ട് ചെയ്യപ്പെടുന്നവരവരായിരുന്നു. അപ്പോൾ ആ ഒരു ടാക്ടിക്സ് എന്ന് പറയുന്നത് യുദ്ധത്തിൽ അപകടങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തത്. ട്രംപ് ചുട്ടരിക്കുമെന്ന് പറഞ്ഞാൽ ചുട്ടരിച്ചാൽ കുഴപ്പമില്ല, എല്ലാത്തിനും ഇല്ലാതാക്കി കഴിഞ്ഞാൽ. അല്ലെങ്കിൽ പക്ഷേ ഇതിങ്ങനെ എപ്പോഴും നീറി പുകഞ്ഞുകൊണ്ടേയിരിക്കുകയും എപ്പോഴെങ്കിലും അവസരങ്ങൾ കിട്ടുന്ന സമയത്ത് അവരെന്തെങ്കിലുമൊക്കെ ചെയ്തിരിക്കും. കാരണം അവർക്ക് വേറെ പ്രതീക്ഷകളൊന്നും ഇല്ലല്ലോ ജീവിതത്തിൽ. അപ്പോൾ ഇതൊക്കെ കൂടി കണ്ടുകൊണ്ടായിരിക്കണം എല്ലാ കാര്യങ്ങളിലും വെടിനിർത്തലിൻ്റെ പശ്ചാത്തലത്തിൽ തീരുമാനമെടുക്കേണ്ടത്. വീണ്ടും ഒരു യുദ്ധം ഉണ്ടാകുന്നത് മനുഷ്യരാശി തന്നെ നല്ലതല്ല. അവിടെ വീണ്ടും ഇനിയിപ്പോൾ ട്രംപ് പറയുന്നവരെ അവർ പറഞ്ഞു കേട്ടില്ലെന്നും പറഞ്ഞിട്ട് അവിടെയുള്ള ആളുകളൊക്കെ
ബോംബിട്ട് കൊല്ലാനായിട്ട് തുടങ്ങുന്നത് നല്ല ഒരു കാര്യമായിട്ട് ആർക്കും അംഗീകരിക്കാനേ പറ്റില്ല. അപ്പം അതില്ലാതെ പകരം ഹമാസിനെ സമ്പൂർണ്ണമായിട്ട് ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ അവരെയൊക്കെ പിടികൂടി ജയിലിലടക്കുകയോ നാടുകടത്തുകയൊക്കെ ചെയ്ത് ആ പ്രദേശം എന്ന് പറയുന്നത് കുറച്ചുകൂടി ജീവിക്കാൻ പറ്റുന്ന ഒരു പ്രദേശമായിട്ട് മാറ്റിത്തീർക്കാം. അതിൻ്റെ ഒരു പുനർനിർമ്മാണ പ്രക്രിയ എന്ന് പറയുന്നത് ഒരു രാജ്യത്തിൻ്റെ ഒരു പ്രദേശത്തിൻ്റെ പുനർനിർമ്മാണം പോലെ ആകണം. അവിടെ മനുഷ്യർക്ക് കൂടുതൽ സ്വസ്ഥതയോടെ ജീവിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. ഈ ഹമാസിൻ്റെ ഒരു അംശം അവിടെ കിടന്നാൽ ആ സ്വസ്ഥതയോ സമാധാനമോ അവിടെ ഉണ്ടാവില്ല. അപ്പോൾ രണ്ട് തരത്തിൽ അതിനെ ടാക്കിൾ ചെയ്യേണ്ടത് ആവശ്യമാണ്. ഒന്ന്, മാനസികമായിട്ട് അവർക്ക് ആ തരത്തിലുള്ള പകയും പുകയും ഒക്കെ ഒഴിവാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ചുറ്റുപാടുണ്ടാക്കുക. രണ്ടാമത്തത്, ഈ പകയും പുകയും പോവില്ല എന്ന് ഉറപ്പുള്ളതായിട്ടുള്ള തീവ്രവാദികളെ കണ്ടെത്തിയവരെ ജയിലിലടക്കുക, അല്ലെ നാടുകടത്തുക. ഈ രണ്ട് രീതികളിലൂടെ മാത്രമാണ് ഒരു പലസ്തീൻ്റെ പുനർനിർമ്മാണവും അതുപോലെ ഗസയുടെ ഒരു വളർച്ചയും വികാസവും പുരോഗതിയൊക്കെ നമുക്ക് കാണാൻ കഴിയുള്ളൂ. അതൊക്കെ നിർവഹിക്കാൻ പറ്റുന്ന ആളുകളാണ് ഇവരെല്ലാം തന്നെ. ചുട്ടരിക്കുന്നവർ ചുട്ടരിക്കാനും പറ്റുന്ന കാര്യം. പക്ഷെ എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണാം. നമുക്കങ്ങനെ ചുട്ടരിക്കുമെന്ന് പറയുമ്പോൾ തന്നെ ചുട്ടരിക്കാൻ പറ്റുന്നതല്ലല്ലോ മനുഷ്യക്കൂട്ടങ്ങളെ ചുട്ടരിച്ചാൽ അതിനൊരിക്കലും മാപ്പ് കിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഗുർണിക്ക എന്ന് പറയുന്നത് ലോകത്ത് മുഴുവനും വലിയ യുദ്ധപ്രതിരോധത്തിൻ്റെ പ്രതീകമായിട്ട് മാറുക. ഗുർണിക്ക എന്ന് പറയുന്നത് ചിത്രം വരച്ച പിക്കാസോ ആണ്. പിക്കാസോവിൻ്റെ സ്വന്തം ഗ്രാമത്തിൻ്റെ പേരാണ് ഗുർണിക്ക എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഇറ്റലിയിൽ ഇതേപോലെ കലാപങ്ങളുണ്ടായ സമയത്താണ് ഫ്രാൻസിസ്കോ ഫ്രാങ്കോ എന്ന് പറയുന്ന അവിടുത്തെ സ്വേച്ഛാധിപതി ഒരു വലിയ വ്യോമവ്യൂഹത്തെ അങ്ങോട്ട് വിടുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അവർ ഈ ബോംബ് ഇട്ട് ആ ഗ്രാമം ചുട്ടരിച്ച് 1,40,40,000-ലധികം ആളുകൾ നിമിഷങ്ങൾക്കുള്ളിൽ കരിഞ്ഞ് ചാമ്പലായിപ്പോയി. അത് പാരീസിലായിരുന്ന പിക്കാസോ അവിടെ നിന്ന് ഓടി വന്ന് കണ്ടിട്ടാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്, ഈ ചിത്രം വരയ്ക്കും. അപ്പോൾ അങ്ങനെ ആ പ്രതിരോധത്തിന് അതൊരു പ്രതിരോധമാണ്. ഈ പ്രതിരോധത്തിൻ്റെ മുഖം എന്ന് പറയുന്നത് എല്ലാ കാലത്തും ഇങ്ങനെ ജ്വലിച്ചു നിൽക്കാനുള്ള സാധ്യതയാണ്. അപ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി ശരിയായിട്ടുള്ള സമീപനം എടുത്താണ് ഗസയുടെ ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത്. ഗസയെ വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റാം എന്നുള്ള വാഗ്ദാനങ്ങളൊക്കെ നല്ലതാണ്. ടൂറിസ്റ്റ് കേന്ദ്രമാക്കി മാറ്റുകയും അവിടെ പലസ്തീനികളെ സമാധാനത്തോടെ ജീവിക്കാനായിട്ട് അനുവദിക്കുകയും തീവ്രവാദികളായിട്ടുള്ള പലസ്തീനികളെ അവിടെ നിന്ന് പെറുക്കി മാറ്റുകയൊക്കെ ചെയ്യുന്ന ഒരു പ്രോസസ്സിലൊക്കെ അത് വരികയാണെങ്കിൽ ട്രംപിൻ്റെ ഇടപെടൽ എന്ന് പറയുന്നത് ലോകത്തിന് സ്വീകാര്യമാവും. മറിച്ചാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു ഭ്രാന്തൻ പ്രവൃത്തിയായിട്ട് കണക്കാക്കുകയും ലോകം മുഖം തിരിഞ്ഞു നിൽക്കാനുള്ള സാധ്യതയും അതിലുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കി. ശരി.